നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്നും കട്ട പിടിച്ച മരുന്ന് ലഭിച്ചതായി പരാതി. മരുന്ന് തിരിച്ചു കൊടുക്കാൻ ചെന്നപ്പോൾ മോശം അനുഭവം ഉണ്ടായതായും പരാതിക്കാരൻ ആരോപിക്കുന്നു. ഇന്നലെയാണ് 19 മൈൽ സ്വദേശി അനിൽകുമാർ വയറുവേദന കാണിക്കുന്നതിനായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. പരിശോധനയ്ക്ക് ശേഷം ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങി വീട്ടിലെത്തി മരുന്ന് കഴിക്കാനായി മരുന്ന് കുപ്പി പൊട്ടിച്ചപ്പോഴാണ് കട്ടയായ മരുന്ന് കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തി ഫാർമസിയിൽ എത്തിയപ്പോൾ ഇതിൽ ഉത്തരവാദിത്തം ഇല്ലെന്ന രീതിയിലായിരുന്നു ഫാർമസിയിൽ ഉള്ളവരുടെ പെരുമാറ്റമെന്നും അനിൽകുമാർ പറയുന്നു. ഇന്നലെ വയറുവേദനയായിട്ട് ഫാർമസിയിൽ പോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ അവിടുന്ന് വയറുവേദനയ്ക്ക് മരുന്ന് അത് കാലത്തെടുത്ത് നോക്കുമ്പോൾ എടുത്തൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുമ്പോൾ കട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഫാർമസിയിലെ സ്റ്റാഫ് ഇത് ലോഡ് വരുന്നതാണ്, അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. സുമേഷിനെ വിളിച്ചു പിന്നെ ഞാൻ പോയി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു ബോട്ടിലും കൂടി തന്നു മരുന്ന്. പിന്നെ കഴിക്കാനൊരു മടി, ഇത് കട്ടായ കാരണം കൊണ്ട്. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, ഇത് വീട്ടിലേക്ക് പോയിട്ടൊന്ന് കൊട്ടി നോക്കൂ, എന്നിട്ട് ചെയ്യാന്ന്. കൊട്ടി നോക്കി കട്ട ഉണ്ടോ നോക്കാൻ പറഞ്ഞു. എല്ലാം പുറത്തുനിന്ന് മേടിച്ചോളൂ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. വീട്ടിൽ വന്ന് കൊട്ടി നോക്കിയപ്പോൾ അതിൽ കട്ടയാണ് മരുന്നിൽ. അത് മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ജനങ്ങൾക്ക് നല്ല ചികിത്സ ഉറപ്പാക്കേണ്ടതിന് പകരം പഴകിയതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുമായിട്ടുള്ള മരുന്നുകളാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ സർക്കാർ സംവിധാനങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും സാധാരണക്കാരൻ പരാതിപ്പെടുമ്പോൾ അവരെ അവഗണിക്കുകയും അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഹോസ്പിറ്റൽ അധികൃതർക്ക് ഉള്ളത് എന്നും BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഒരു 19 മൈൽ സ്വദേശിയായ അനിൽകുമാറിന് ഒരു അനുഭവം ഉണ്ടായതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നലെ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ട് എഴുതി തന്ന ടോണിക് മരുന്ന്, ആ മരുന്ന് ഇന്ന് രാവിലെ കഴിക്കാൻ നോക്കുമ്പോൾ അത് ഖരരൂപത്തിലായിട്ട് കട്ട പിടിച്ചിരിക്കുന്നു. ആ സമയത്താണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. മരുന്ന് ഇത്തരത്തിൽ ഖരരൂപത്തിൽ കട്ട പിടിച്ചിരിക്കുന്നു, ഇത് കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടാകുമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫാർമസിയിൽ അത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് അവരോട് വിവരം പറയണം, മരുന്ന് വേറെ മേടിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നെ വിളിക്കുന്നു. ഇവിടുത്തെ ഫാർമസിയിലെ ജീവനക്കാരൻ പറയുന്നു, ഞങ്ങൾക്കിതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ലോഡാണ്, അതിൽ ചിലപ്പോൾ കട്ടയായാലും ഞങ്ങൾ ഉത്തരവാദിത്തമില്ല എന്നാണ് ആ ഫാർമസി ജീവനക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് സൂപ്രണ്ടിനെ ഞാൻ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു, ഇന്നമാതിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകരായ ആളുകൾ പോകുമ്പോൾ മാത്രം നല്ല മാന്യമായി സംസാരിക്കുകയും സാധാരണക്കാരായ ആളുകൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മോശമായ രീതിയിലാണ് നിങ്ങളുടെ സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ നടപടിയെടുക്കാമെന്ന് പറഞ്ഞു സൂപ്രണ്ട്. അല്പസമയത്തിനകം എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും തെറ്റുപറ്റിയിട്ടില്ല, ആ മരുന്ന് സെഡിമെന്റിലായിട്ടുള്ള മരുന്നാണ്, അത് ഖരരൂപത്തിലാണ് ഉണ്ടാകുക, നിങ്ങളത് കുലുക്കി ഉപയോഗിക്കാത്തതാണ് കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളോട് തർക്കിക്കുകയും സൂപ്രണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ യാതൊരുവിധ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണ് ചെയ്തത്. നമ്മളെന്താ പറയുന്നത് വെച്ചാൽ, ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പൊതുമധ്യത്തിലും അതേപോലെ തന്നെ ദൃശ്യപത്രമാധ്യമങ്ങളും പറയുന്നത്. ഇത് സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ നടക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വിഷയത്തിൽ ഇടപെട്ടത്.